ഈ അൻവർ ഇപ്പം പാർട്ടിയായിട്ട് ഇറങ്ങുന്നു, എല്ലാ സ്ഥലങ്ങളിലും ക്യാമ്പയിൻ നടത്തുന്നു, ഉദ്യോഗം നടത്തുന്നു പറഞ്ഞു. ഇടതുപക്ഷത്ത് ഒരു പൊതുയോഗത്തിൽ ആളുകളെ കൂട്ടുന്ന അല്ലെങ്കിൽ നന്നായി സംസാരിക്കുന്ന ആളാണ് താങ്കൾ. ഇടതുപക്ഷത്തിന് വേണ്ടി അൻവറിനെ എന്റെ ക്യാമ്പയിനെതിരായ പ്രചാരണത്തിന് മുന്നിൽ താങ്കളുണ്ടാകുമോ? പാർട്ടി പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവും, ഇറങ്ങും. പിന്നെന്താ സംശയം? അങ്ങ് നേരത്തെ പോലീസിനെതിരായ നിരവധി വിമർശനങ്ങൾ പറഞ്ഞല്ലോ. അൻവർ ഉന്നയിച്ച് സമാനമായ സാഹചര്യത്തിലാണ് അന്ന് ഫേസ്ബുക്കിൽ പോലീസിനെതിരെ ഗുരുതര വിമർശനങ്ങളുമായി രംഗത്ത് വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അത്രയധികം കാത്തു നിന്നത്? അൻവറിന്റെ കൂടെയുള്ള ഒരു ഓപ്പറേഷന് വേണ്ടിയല്ലേ? ഒരിക്കലുമല്ല. കാരണം അൻവർ ഇപ്പോഴാണ് പറഞ്ഞത്, ഞങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോഴാണ്. ഞാനുമായിട്ട് അൻവർ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് അല്ല. ഞങ്ങൾ തമ്മിൽ മലപ്പുറത്തെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് സമീപകാലത്ത് മാത്രമാണ്. ADGP അജിത് കുമാർ ഉൾപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചും ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ സമീപകാലത്താണ്. ഞാൻ ഒരു ദിവസം ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അൻവർ നടത്തിയ വെളിപ്പെടുത്തലുകൾ പാർട്ടി വിശദീകരണം കൊടുക്കുന്നു, പാർട്ടി പ്രതിരോധത്തിലായി എന്ന രീതിയിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു ഇത്തരം ഒരു സസ്പെൻസ് നിലനിർത്തിയത്? ആദ്യമേ പറഞ്ഞാൽ പോരായിരുന്നു ഞാനൊരു അടിയുറച്ച ഇടതുപക്ഷക്കാരനാണെന്ന്. ആര്? ഞാനോ? അത് പറയാത്തത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായില്ലേ? അതെ, ഞാൻ എന്താ പറഞ്ഞത്, എന്റെ പുസ്തക റിലീസ് കഴിയട്ടെ. ഒക്ടോബർ 2-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 4:30 ഞാൻ നിങ്ങളെ കാണും, നിങ്ങളോട് പറയും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ആ വാക്ക് പാലിച്ചു. എന്ത് പറയുന്നു എന്ന് ഞാൻ അപ്പൊ നിങ്ങളോട് പറഞ്ഞോ? യോജിപ്പും വിയോജിപ്പും പറയും എന്ന് പറഞ്ഞു. അൻവറിന്റെ ചില കാര്യങ്ങളിൽ എനിക്ക് യോജിപ്പുണ്ട് എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. അടിയുറച്ച ഇടതുപക്ഷക്കാരൻ. അന്നും ഞാൻ അടിയുറച്ച ഇടതുപക്ഷക്കാരൻ തന്നെയായിരുന്നു. എന്തിനായി അപ്പൊ പറയണ്ട? ഇപ്പൊ ഞാൻ പറയുന്നു. എങ്ങനെ? ഒരിക്കലും ഇല്ല. അൻവറിന്റെ പൊതുയോഗത്തിൽ പകുതി ആൾക്കാരല്ല, ചിലപ്പോ കൂടുക ചെയ്യാം. ഇതാണ് എന്റെ വെളിപ്പെടുത്തൽ. നിങ്ങൾ വെളിപ്പെടുത്തൽ എന്ന് പറയുമ്പോ അത് മുഖ്യമന്ത്രിക്കെതിരായ വെളിപ്പെടുത്തലാണ് എന്ന് തെറ്റിദ്ധരിച്ചു. അതാണ് നിങ്ങളുടെ പ്രശ്നം. അതുപോലെ തന്നെ CPM-നെതിരായിട്ടുള്ള വെളിപ്പെടുത്തലാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു. അല്ല, ഓഫർ കിട്ടാന്ന് പറഞ്ഞാൽ ഇതല്ലേ? ഇപ്പോ സുഹൃത്തെ, താങ്കൾക്ക് നല്ലൊരു ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ? താങ്കൾ പറയണം ഇനി മാധ്യമ പ്രവർത്തന രംഗത്ത് ഞാനില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തോ ഓഫർ അവിടുന്ന് കിട്ടാനുള്ളത്? ഞാനൊരു ഇടതുപക്ഷ സഹയാത്രികനായി 18 കൊല്ലപ്പം അങ്ങനല്ലേ പോയത്. എന്നെ വിശ്വസിച്ച, എന്നെ സ്നേഹിച്ച, ഇടതുപക്ഷവുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഭൂതി എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു മൾട്ടി റിലിജിയസ് സൊസൈറ്റിയുമായിട്ട് എനിക്ക് സംവദിക്കാൻ പറ്റി എന്നുള്ളതാണ്. 3 പാർട്ടി ജാഥകളിൽ ഞാൻ പങ്കെടുത്തപ്പോൾ ഒരു മൾട്ടി റിലിജിയസ് ആയിട്ടുള്ള കേരളത്തിന്റെ ഒരു പരിച്ഛേദത്തെ എനിക്ക് അഭിസംബോധന ചെയ്യാൻ പറ്റി. അവരോട് കൺവേ ചെയ്യാൻ പറ്റി ഒരുപാട് കാര്യങ്ങൾ. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, അങ്ങനല്ല, ഞാനെന്റെ സുഹൃത്തിനോടാണ് പറയുന്നത്. 59 വയസ്സാവും. പൊതുവെ എന്താന്ന് വെച്ചാല് ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ വാപ്പ ഭയങ്കര ദേഷ്യക്കാരനാണ്. അപ്പൊ ഞാൻ പറഞ്ഞ 60 വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം കൂടുമെന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. അതൊരു സുഹൃത്തിന് എഴുതിയിട്ടുള്ള ഒരു കത്തിലെ വാചകമാണ്. അല്ല, സ്വരം നന്നാവുമ്പോ പാട്ട് നിർത്താന്ന് പറഞ്ഞത് നമ്മള് മരിച്ചു പോണെന്ന് ആൾക്കാർ ആഗ്രഹിക്കാത്ത വിധം. കാരണം പല MLA-മാരുടെയും കാര്യത്തിൽ ആ പാർട്ടികളിലെ യുവജന നേതാക്കൾ എന്നോട് അവരുടെ വികാരം ഷെയർ ചെയ്യുന്നത്